അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വാസി ഹൃദയങ്ങൾ എപ്പോഴും സമാധാനത്തിൻ്റെതായിരിക്കും. സൃഷ്ടാവ് എല്ലാവർക്കും ഒന്നാണ്. വ്യത്യസ്ത ഭാഷ, നാട്, സംസ്കാരം, സ്വഭാവം, നിറം ഇതെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ പ്രക്രിയകളാണ്. ഈ വോയിസ് കേൾക്കുന്ന ആർക്കെല്ലാം കണ്ണ് നൽകിയിട്ടുണ്ടോ ആ കണ്ണ് നമുക്കെല്ലാവർക്കും ഒരു ഉടമസ്ഥൻ നൽകിയതാണ്. ഒരു ഉടമസ്ഥൻ നൽകിയ കാലുകളാണ്, ഒരു ഉടമസ്ഥൻ നൽകിയ കൈകളാണ്. നമുക്കാർക്കും അത് നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ആരുടേതും ഓറലേൽപ്പിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. അതാണ് ദൈവവിശ്വാസം, ഈശ്വരവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ പരസ്പര സ്നേഹത്തിലും സഹായത്തിലും സഹകരണത്തിലും വാത്സല്യത്തിലും അനുസരണത്തിലും ജീവിക്കുക എന്നതാണ് മതങ്ങൾ പഠിപ്പിക്കുന്ന ആശയം. പരിശുദ്ധ ഇസ്ലാം അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ആശയങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പ്രമേയമാക്കിയാണ് ചർച്ച. വിശുദ്ധ ഖുർആൻ പ്രകാരമുള്ള വിശ്വാസികളുടെ ജീവിതത്തിന് ആരാധനകൾക്കെല്ലാം സ്വീകരിക്കേണ്ടത് ഹിജറ കലണ്ടറാണ്. ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിന്റെ 12 മാസം, തുടക്കമാസം മുഹറം, 12ാമത്തെ മാസം ദുൽഹിജ്ജ, ഹജ്ജിന്റെ പേരിലാണ് ആ മാസം അറിയപ്പെടുന്നത്. വിശ്വാസി ഹൃദയങ്ങളുടെ മനസ്സ് എപ്പോഴും മക്കത്തുൽ മുക്കറമയിൽ കേന്ദ്രീകരിച്ചാണ്. അവിടെയാണ് മുസ്ലിംകളുടെ ആരാധനാ കേന്ദ്രമായ കഅബ ഷരീഫ്, മുസ്ലിംകളുടെ ഖിബ്ല. ലോകത്ത് മുഴുവനുമുള്ള പള്ളികൾ മക്കത്തുൽ മുക്കറമയിലേക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. പറമ്പിലും പാടത്തും കുടിലിലും കൊട്ടാരത്തിലും 5 നേരം പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന വിശ്വാസി ആ കഅബ ഷരീഫ് എന്ന ഖിബ്ലയെ അഭിമുഖീകരിച്ചാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു വിശ്വാസത്തിലും ഒരു കേന്ദ്രത്തിലും ഒതുക്കി നിർത്തി അവയവങ്ങൾ അടക്കത്തിലും ഒതുക്കത്തിലും അച്ചടക്കത്തിലും, മനസ്സ് അടക്കത്തിലും ഒതുക്കത്തിലും അച്ചടക്കത്തിലും ഒരു സമ്പൂർണ്ണ രക്ഷിതാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുക. ഇതാണ് ഇസ്ലാം. അവിടെയാണ് മുസ്ലിം. അങ്ങനെയുള്ള മുസ്ലിംകൾക്ക് വർഷത്തിലൊരിക്കൽ ആവർത്തിച്ചു വരുന്ന അതിപ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഹജ്ജുമായും ബലിപെരുന്നാളുമായും ബന്ധപ്പെട്ട ദിനങ്ങൾ. അറബി കലണ്ടറിലെ ദുൽഹിജ്ജ മാസത്തിന്റെ 8, 9, 10, 11, 12, 13 ഇത്രയും ദിവസങ്ങളിൽ മക്കത്തുൽ മുക്കറമ, മിന താഴ്വര, അറഫ മൈതാനി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ആരാധനകളാണ് ഹജ്ജ് എന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ മനുഷ്യർക്ക് അല്ലാഹു നൽകിയ മാനസികമായ ഒരു പ്രത്യേക കഴിവ്, അത് ഈ വിഷയത്തിൽ 100% പങ്കാളിയാണ്. നമ്മുടെ ശാരീരിക യോഗ്യത അത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. നമ്മുടെ സാമ്പത്തിക ശേഷി അത് ഈ വിഷയത്തിൽ പങ്കുവഹിക്കും. അങ്ങനെ മനസ്സും ശരീരവും സമ്പത്തും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള കഴിവുകളെല്ലാം ഒത്തുചേരുമ്പോൾ വിശ്വാസികൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യൽ നിർബന്ധവും പല പ്രാവശ്യം ആവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ സുന്നത്തുമായ കർമ്മമാണ് ഹജ്ജ്, ഉംറ എന്ന് പറയുന്ന ആരാധന. ഈ ആരാധനാ ദിവസങ്ങളിൽ ദുൽഹിജ്ജ മാസം 9 അന്ന് അറഫ ദിനമാണ്. ഒരു വർഷം ഹജ്ജിന് പോയ ഏതെല്ലാം അതിഥികളുണ്ടോ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേർന്നുകൊണ്ട് കണ്ണീരിന്റെ മഴയുള്ള പ്രാർത്ഥന, ലോക സമാധാനത്തിന് വേണ്ടി, ലോക സുരക്ഷയ്ക്ക് വേണ്ടി
ലോക ജനങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി, സമാധാന ജീവിതത്തിന് വേണ്ടി, ഇതെല്ലാം അടങ്ങുന്നതാണ് അറഫ. മക്കത്തുൽ മുക്കറമയോട് അടുത്ത് നിൽക്കുന്ന അറഫ മൈതാനിയിൽ ആ കൂട്ട പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ലോകത്തുള്ള മറ്റു വിശ്വാസികളെല്ലാം, മുസ്ലിംകളെല്ലാം അന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം, അവരുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ അതിൽ ചേർന്ന് നിൽക്കുമ്പോൾ അത് ലോക സമാധാനത്തിന്റെ, ലോക ഐശ്വര്യത്തിന്റെ ഒരാരാധനയായി ഫലപ്പെടുകയാണ്. ഹജ്ജ് മാസം 10 ഹാജിമാരെല്ലാം മിനാ താഴ്വരയിൽ പിശാചിനെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന രൂപത്തിൽ ഒരു കല്ലേറ് നടക്കാറുണ്ട്. കടലക്കമണിയുടെ വലിപ്പമുള്ള കൊച്ചു കൊച്ചു കല്ലുകളെ കൊണ്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ 7 പ്രാവശ്യം എറിയുന്നതാണ് പെരുന്നാൾ ദിവസത്തിലെ മിനായിലെ കല്ലേറ്. അത് ഹൃദയത്തിൽ നിന്ന് പിശാചിനെ എടുത്തെറിയുകയാണ്. കൊലപാതകം, മദ്യപാനം, ചൂതാട്ടം തുടങ്ങിയ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹങ്ങളെ ഇസ്ലാം വൻ കുറ്റങ്ങൾ എന്ന് പറഞ്ഞ് 7 എണ്ണിയിട്ടുണ്ട്. ആ 7 നിന്നും മുക്തമാകുന്ന ഒരു മനസ്സ് തുടർ ജീവിതത്തിൽ ലഭിക്കുക, ആ പരിശുദ്ധിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് മിനയിലെ ആ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പുതു വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും നല്ല ആഹാരങ്ങൾ പാകം ചെയ്തുകൊണ്ടും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ അതിരുവരമ്പുകളും മാറ്റിവെച്ച് ഈ സന്തോഷത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് ബലി പെരുന്നാൾ ലോകത്ത് മുഴുവനും അന്നേ ദിവസം നടക്കും. അതൊരു സന്തോഷത്തിന്റെ സുദിനമാണ്, അതൊരു ആഹ്ലാദത്തിന്റെ സുദിനമാണ്, അതൊരു ആനന്ദത്തിന്റെ സുദിനമാണ്. ഹജ്ജ് വേളയിലെ വളരെ വലിയ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹാജിമാരെല്ലാം മിനയിൽ സന്തോഷമായി ഒരുമിച്ച് കൂടുന്ന വേളയിൽ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വിശ്വാസത്തിന്റെ കേന്ദ്രമായ, ആരാധനയുടെ കേന്ദ്രമായ പള്ളികളിലും മറ്റും ഒരുമിച്ച് കൂടി അവരും പ്രാർത്ഥനയും സന്തോഷവും. ലോകരക്ഷിതാവായ അല്ലാഹു ലോകത്തിന് മുഴുവൻ, ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവരുടെ സ്വദേശത്ത് കുഗ്രാമമായാലും ഗ്രാമമായാലും പട്ടണമായാലും നഗരമായാലും, അവർ കറുത്തവരായാലും വെളുത്തവരായാലും, അവർ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളവരായാലും അല്ല നിത്യ തൊഴിലാളികളായാലും, അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കെല്ലാം ജന്മനാട്ടിൽ സമാധാനത്തോടുകൂടെ ജീവിക്കണം. അവർക്കെല്ലാം ജന്മനാട്ടിൽ പരസ്പരം ഭയപ്പെടാതെ ജീവിക്കണം. പാതിരാവിന്റെ കൂരിരുട്ടിലും നട്ടുച്ച സമയത്തെ സൂര്യപ്രകാശത്തിലും ജന്മനാട്, ആ നാടിന്റെ പരിസരത്തെ അയൽവാസികൾ, ആ നാട്ടിന്റെ പരിസരത്ത് താമസിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, രക്തബന്ധം, വിവാഹബന്ധം, അയൽപ്പക്ക ബന്ധം, ഹൃദയം നിറഞ്ഞ ആ ബന്ധങ്ങളെ മാനിച്ചു സന്തോഷത്തിന്റെ ഒരു മുഖം, നിറഞ്ഞ ഒരു പുഞ്ചിരി, അങ്ങനെ ഒരു പൂന്തോപ്പിൽ വിരിഞ്ഞ പൂക്കൾ കണക്കെ മനുഷ്യ സമൂഹം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ പെരുന്നാൾ ദിവസം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഊർജം, ഒരു വർഷം ആ നാട്ടിൽ, ആ കുടുംബങ്ങളിൽ, ആ ഗ്രാമത്തിൽ, ആ നഗരത്തിൽ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുക. എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ബലിപെരുന്നാളും ഹജ്ജ് കർമ്മവും. അതിനേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഈ ഒരാശയത്തിൽ നിന്നുകൊണ്ട് നാം ഹജ്ജ് ചെയ്യുക, നാം പ്രാർത്ഥിക്കുക, നാം ദാനധർമ്മങ്ങൾ ചെയ്യുക, നാം പെരുന്നാൾ ആഘോഷിക്കുക. പട്ടിണി കിടക്കുന്നവർ അന്നത്തെ ദിവസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അയൽപ്പക്ക ബന്ധവും രക്തബന്ധവും വിവാഹബന്ധവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള സദ്യകൾ നമ്മുടെ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും പ്രധാനമാണ്. രാജ്യത്ത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെല്ലാം പെരുന്നാൾ ആശംസകൾ, അതേപോലെ പെരുന്നാൾ ദിന സദ്യകളിൽ അവരെല്ലാവരും ചേർന്ന് നിൽക്കുന്നത്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ ലോകത്തിന് എത്രയോ വലിയ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്
നൽകിക്കൊണ്ടിരിക്കുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും സഹായ സഹകരണത്തിന്റെയും മനസ്സ് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വനാന്തരങ്ങളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളുടെ സ്വഭാവം നാട്ടിൽ താമസിക്കുന്ന മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഈ വല്ലാത്തൊരു കാലത്ത് നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിന് വലിയ അർത്ഥമുണ്ട്, വലിയ ആശയമുണ്ട്. ആ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസി ഹൃദയങ്ങൾക്ക് സർവശക്തൻ അനുഗ്രഹം നൽകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.